എടി, ഞാൻ നാളെ വൈകുന്നേരം എത്തും. ക്രിസ്മസ് അല്ലേ? നമ്മുടെയും നമ്മുടെ മോളുടെയും ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അവൾക്കൊരു വീൽ ചെയർ വാങ്ങണം എന്നുള്ളത്. അതുകൊണ്ട് മുതലാളിയിൽ നിന്ന് ഒരു 10,000 രൂപ ഞാൻ അഡ്വാൻസ് വാങ്ങി. നമ്മുടെ കുട്ടി 4 ചുവരുകളല്ലേ കണ്ടിട്ടുള്ളൂ. അവൾക്ക് നമ്മൾ ഈ ലോകം കാണിച്ചു കൊടുക്കണം. ഈ ക്രിസ്മസ് രാത്രിയിൽ അവളെ വീൽ ചെയറിലിരുത്തി ഈ ആകാശം കാണിച്ചു കൊടുക്കണം. മിന്നുന്ന നക്ഷത്രങ്ങളെപ്പോലെ അവളുടെ കണ്ണുകൾ തിളങ്ങണം. അതാവട്ടെ നമ്മുടെ ക്രിസ്മസ് സമ്മാനം. ശരിയല്ല? എന്താ പറ്റി? ഒരു ദ്രോഹി എന്റെ പൈസ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ഈ സ്ഥലം ശരിയല്ല. ആ പൈസ പോയതന്നെ. നമ്മളെ മോൾക്ക് വേണ്ടി വീൽ ചെയർ വാങ്ങാൻ കരുതി വെച്ച പണം ഏതോ ദ്രോഹി തട്ടിയെടുത്തു. നമ്മളിനി എന്ത് ചെയ്യും? അവളെ എങ്ങനെ നക്ഷത്രങ്ങളെ കാണിക്കും? എനിക്കൊന്നും അറിയില്ല. ഇതാ നിങ്ങളുടെ പൈസ. ഞാൻ നിങ്ങളുടെ പണം മോഷ്ടിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ പൈസ എടുത്തതിന് ശേഷം വേറൊരാൾ നിങ്ങളെ ആക്രമിച്ചില്ലേ? അതെ, അതാരാണ്? നിങ്ങൾ ATM നിന്ന് പൈസ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ പുറത്തുണ്ടായിരുന്നു. നിങ്ങളെ വഴിയിൽ വെച്ച് ആക്രമിച്ച് പണം തട്ടിയെടുക്കാൻ ഒരാൾ മറ്റൊരാളോട് ഫോണിൽ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അവരൊക്കെ വലിയ ആളുകളാണ്, വലിയ മാഫിയ സംഘങ്ങൾ. പൈസ പോയാൽ പോയത് തന്നെ. നിങ്ങളോ ഞാനോ ഇവിടുത്തെ നിയമമോ വിചാരിച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കാനാവില്ല. ഈ കാര്യം നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ അപരിചിതനായ എന്നെ നിങ്ങൾ വിശ്വസിക്കുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണിയെടുത്തത്. സോറി. നിൽക്കൂ. പൈസ എണ്ണി നോക്കൂ. എന്നിട്ട് സുഖമായി കിടന്നുറങ്ങും. നാളെ രാവിലെ വീട്ടിൽ പോകണ്ടേ? ഈ ക്രിസ്മസിന് മകളെ വീൽ ചെയറിലിരുത്തി നക്ഷത്രങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? ഇത് നിങ്ങളുടെ മകൾക്കുള്ള എൻ്റെ ഒരു ചെറിയ സമ്മാനം. സമ്മാനം ആര് തന്നതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യേശു ക്രിസ്തു തന്നതാണെന്ന് പറയും. ക്രിസ്തുമസ് ആശംസകൾ. ഗുഡ് നൈറ്റ്.